ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചൂട് സമയത്തൊക്കെ കുടിക്കാൻ നല്ല രുചിയാണിതിന്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി 3 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ പുറമെ എല്ലാം തൊലി കളഞ്ഞിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. 3 ക്യാരറ്റും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിൽ കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ജ്യൂസിന് വേണ്ടി ഈന്തപ്പഴം വേണം. അതൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴം നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ബൗളിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മുറിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം ഇതിനുള്ളിലായിട്ട് സീഡ്സ് കാണാം. ആ സീഡ്സ് മാറ്റണം. അതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ സമയം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെക്കണം. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബദാം വേണം. ഒരു 10-12 ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബദാം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ബദാമിൻ്റെ തൊലി കളയാം. ബദാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ നമുക്കിതുപോലെ തൊലി കളയാം. തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇതുപോലെ എടുത്തിട്ടൊന്ന് മുറിച്ച് നോക്കിയാൽ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ചൂടെല്ലാം കുറഞ്ഞിട്ട് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈന്തപ്പഴം കുതിർന്ന് കിട്ടാൻ വേണ്ടി വെച്ചിരുന്നു. അത് നമുക്ക് വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കുതിർത്ത് വെക്കണം. ബദാമും ഈന്തപ്പഴവും കുതിർത്ത് വെക്കേണ്ടതാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ബദാം അരച്ചെടുത്തത് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടി 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈന്തപ്പഴം നന്നായിട്ട് മധുരമുള്ളത് കൊണ്ട് പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. ചൂട് സമയത്തൊക്കെ കുടിക്കാനായിട്ട് നല്ല രുചിയാണ് ഇതിന്. എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് കുറച്ച് ചിയാ സീഡ്സ് കുതിർത്ത് വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിൽ ഐസ് ക്യൂബ്സും ചേർത്ത് അടിച്ചെടുത്തത് കൊണ്ട് തണുപ്പോടുകൂടി തന്നെ ഇത് കുടിക്കുമ്പോൾ നല്ല രുചിയാണിതിന്. ചൂടുകാലമല്ല, അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി കഴിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.